അതിനുശേഷമാണ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1927 രൂപം കൊണ്ട സൈമൺ കമ്മീഷൻ 1928 ഫെബ്രുവരി 3 ഇർവിൻ പ്രഭു ഇന്ത്യയിലെ വൈസ്രോയി ആയിരിക്കുന്ന സമയത്താണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുന്നത്. എന്തിന് ഇന്ത്യയിൽ വന്നു എന്ന് ചോദിച്ചാൽ പുതിയ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനും അന്വേഷിക്കാനും വേണ്ടിയാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത്. പക്ഷേ ഇന്ത്യയിലേക്ക് വന്ന സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ എതിർത്തു. സൈമൺ ഗോ ബാക്ക് എന്നുള്ളൊരു മുദ്രാവാക്യം അവർക്കെതിരെ അവർ ഉച്ചരിച്ചു. കാരണം ഈ വന്ന കമ്മീഷനിൽ ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ഇല്ല എന്നുള്ളതായിരുന്നു സത്യം. അപ്പോൾ എന്താണ് സൈമൺ കമ്മീഷൻ? 1927 രൂപം കൊണ്ടു. 1928 ഫെബ്രുവരി 3 ഇന്ത്യയിൽ വന്നു. വരുമ്പോൾ ഇർവിൻ പ്രഭു ആയിരുന്നു ഇന്ത്യയിലെ വൈസ്രോയ്. എത്ര പേരുണ്ടായിരുന്നു? 7 പേരുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യക്കാർ അതിനെ എതിർത്തു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും അതിലില്ല. അവർ അതിനെതിരെ സമരം ചെയ്തു. അവർ അന്ന് ഉച്ചരിച്ച സ്ലോഗൻ അതായത് മുദ്രാവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ സൈമൺ ഗോ ബാക്ക് എന്നുള്ളൊരു മുദ്രാവാക്യമായിരുന്നു. ആ സമരങ്ങളിൽ ലാത്തി ചാർജ് ഉണ്ടായി. ലാത്തി ചാർജിൽ മരണപ്പെട്ട രക്തസാക്ഷിയാണ് ലാലാ ലജ്പത് റായ്. അപ്പോൾ ലാലാ ലജ്പത് റായുടെ മരണത്തിന് കാരണമായ പോലീസുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ സാൻഡേഴ്സനാണ് ലാലാ ലജ്പത് റായുടെ മരണത്തിന് കാരണം. ഈ സാൻഡേഴ്സിനെ പിന്നെ ആര് വധിച്ചു? ഭഗത് സിംഗ് വധിച്ചു. ഭഗത് സിംഗ് സാൻഡേഴ്സിനെ വധിക്കുകയാണ് ചെയ്തത്. ഈ സൈമൺ കമ്മീഷൻ 1929 മാർച്ച് 3 റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം 1930 തിരിച്ചുപോയി. അപ്പോൾ 27 രൂപം കൊണ്ട സൈമൺ കമ്മീഷൻ 28 ഫെബ്രുവരി 3 ഇന്ത്യയിൽ വരികയും 29 മാർച്ച് 3 റിപ്പോർട്ട് സമർപ്പിക്കുകയും 30 തിരിച്ചു പോവുകയും ചെയ്തു. ഇതിനിടയ്ക്ക് എന്തൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്മീഷനെ ഇന്ത്യൻ സമൂഹം എതിർത്തു. കാരണം ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ഈ 7 അംഗത്തിലില്ലായിരുന്നു. മാത്രവുമല്ല അതിനിടയ്ക്കുണ്ടായ ലാത്തി ചാർജിൽ ലാലാ ലജ്പത് റായ് മരിച്ചു. കാരണം സാൻഡേഴ്സനാണ്. സാൻഡേഴ്സിനെ വധിച്ച ദേശാഭിമാനി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗത് സിംഗ് ആണ് സാൻഡേഴ്സിനെ വധിക്കുന്നത്. ഇനി 1928 2 സംഭവങ്ങളുണ്ടായി. ഒന്ന് ബർദോളി സത്യാഗ്രഹവും പിന്നെ ഒന്ന് നെഹ്റു റിപ്പോർട്ടും. ബർദോളി സത്യാഗ്രഹത്തിനെ കുറിച്ച് പറയാൻ 2 കാര്യങ്ങൾ ഓർക്കുക. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിൽ നടന്നൊരു പ്രക്ഷോഭമാണ് ഈ ബർദോളി സത്യാഗ്രഹം. ഭൂനികുതി വർധനവിനെതിരെ എവിടെ നടന്ന സംഭവം? ഗുജറാത്തിലെ കർഷകർ നടത്തിയൊരു സമരമായിരുന്നു ബർദോളി സത്യാഗ്രഹം. ഇതിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ശേഷമാണ് ഗാന്ധിജി അദ്ദേഹത്തെ സർദാർ എന്ന് വിളിച്ചത്. അപ്പോൾ സർദാർ എന്ന് പട്ടേലിനെ വിളിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയാണ് സർദാർ എന്ന് വിളിച്ചത്. 1927 ബർദോളി സത്യാഗ്രഹം. നെഹ്റു റിപ്പോർട്ട് 1928 സമർപ്പിക്കുന്നത്. നെഹ്റു റിപ്പോർട്ടിൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു അല്ല, മോത്തിലാൽ നെഹ്റുവാണ് നെഹ്റു റിപ്പോർട്ടിൻ്റെ അധ്യക്ഷൻ. നെഹ്റു റിപ്പോർട്ട് പക്ഷേ ഒരു വിധത്തിലും പാസ്സാകാൻ കഴിഞ്ഞില്ല. ഒന്നാമത്തെ കാര്യം വർഗീയവാദികളുടെ എതിർപ്പായിരുന്നു. രണ്ടാമത്തെ കാര്യം 14 തത്വങ്ങൾ. മുഹമ്മദ് അലി ജിന്ന കൊണ്ടുവന്ന 14 തത്വങ്ങളാണ് നെഹ്റു റിപ്പോർട്ട് പാസ്സാക്കാൻ കഴിയാതെ വന്നത്. അതിനുശേഷം 1929 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പറഞ്ഞ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചൊരു സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവാണ് ലാഹോർ സമ്മേളനത്തിലെ അധ്യക്ഷൻ. അന്ന് നമ്മൾ എന്ത് ചെയ്തു? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് 1930 ജനുവരി 26 നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ആദ്യത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. 1930 ജനുവരി 26 നമ്മൾ ആദ്യമായി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പിന്നെ നമ്മൾ അത് എന്ത് ചെയ്തത്? റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇതിനുശേഷം വന്നൊരു സംഭവമാണ് 1930 സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊരു സംഭവമാണ് ഉപ്പ് സത്യാഗ്രഹം. അപ്പോൾ എന്താണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമായിരുന്നു ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1929 ലാഹോർ സമ്മേളനമാണ്. ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിനെ തുടർന്ന് എന്തുണ്ടായി? ഉപ്പ് സത്യാഗ്രഹം ഉണ്ടായി. ഉപ്പ് സത്യാഗ്രഹം എങ്ങോട്ടായിരുന്നു? ദണ്ഡിയിലേക്കായിരുന്നു. 78 പേരായിരുന്നു അന്ന് ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഗാന്ധിയുടെ അറസ്റ്റിന് ശേഷം അത് നയിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അബ്ബാസ് തിയാബ്ജി. ഗാന്ധിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരാണ്? അബ്ബാസ് തിയാബ്ജിയാണ്. ഇനി പല സ്ഥലങ്ങളിൽ നിന്നും പലരായിട്ടാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യയുടെ കിഴക്ക് സംസ്ഥാനങ്ങളിൽ റാണി ഗൈഡിൻലു എന്ന് പറയുന്ന വ്യക്തിയാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇന്ത്യയുടെ കിഴക്ക് സംസ്ഥാനങ്ങളിൽ. അപ്പോൾ ഈ റാണി ഗൈഡിൻലു ആരാണ്? നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്നതാണ് ഈ റാണി ഗൈഡിൻലു. ഓർത്ത് നോക്കുക, നാഗന്മാരുടെ റാണി ഗൈഡിൻലു. ഇനി വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് ഈ നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഘടനയായിരുന്നു ഖുദായ് ഖിദ്മത് കർ പ്രസ്ഥാനം. ഖുദായ് ഖിദ്മത് കർ പ്രസ്ഥാനം ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ. ചുവപ്പ് കുപ്പായക്കാർ ഈ ഖുദായ് ഖിദ്മത് കർ പ്രസ്ഥാനത്തിലെ ആൾക്കാരാണ്. ചുവപ്പ് കുപ്പായക്കാർ അതും ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെതായിരുന്നു. പിന്നെ മറ്റൊരാളാണ് സി രാജഗോപാലാചാരി. ആരാണ് സി രാജഗോപാലാചാരി? ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിൽ നേതൃത്വം നൽകിയത്. വേദാരണ്യം കടപ്പുറം വരെ, അതായത് തൃശ്ശിനാപ്പള്ളിയിൽ നിന്ന് വേദാരണ്യം കടപ്പുറം വരെ മാർച്ച് നടത്തിയതാണ് സി രാജഗോപാൽ ആചാരി.
ഇനി ഈ ഒരു സംഭവത്തിനെ പലരും പലതായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എൽബയിൽ നിന്ന് നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞതാരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ദണ്ഡി യാത്രയെ എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസാണ്. ഇനി ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റുവാണ്. ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് ദണ്ഡി മാർച്ചിനെ വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റുവാണ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതോ ഇർവിൻ പ്രഭുവാണ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് ദണ്ഡി മാർച്ചിനെ വിശേഷിപ്പിച്ചത്. കിൻഡർ ഗാർഡൻ സ്റ്റേജ് എന്ന് ദണ്ഡി യാത്ര വിശേഷിപ്പിച്ചത് എച്ച് എൻ ബ്രെയിൽസ്ഫോർഡാണ് കിൻഡർ ഗാർഡൻ സ്റ്റേജ് എന്ന് ഇതിനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി അന്ന് പറഞ്ഞൊരു കോട്ടാണ്, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സമർപ്പിക്കും, സംഭാവനയായി നൽകും എന്നൊക്കെ പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. അടുത്ത വരുന്ന സംഭവമാണ് വട്ടമേശ സമ്മേളനം. 1930 തുടങ്ങി 32 വരെ നീണ്ടുന്നൊരു സമ്മേളനമായിരുന്നു വട്ടമേശ സമ്മേളനം. 30, 31, 32 അങ്ങനെ 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലണ്ടനിലാണ് വട്ടമേശ സമ്മേളനം നടന്നത്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് 1930 ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം. ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് റാംസെ മക്ഡൊണാൾഡാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് റാംസെ മക്ഡൊണാൾഡ്. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം നടക്കുന്നത് 1931. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വട്ടമേശ സമ്മേളനമാണ് 1931. കാരണം INC പങ്കെടുത്ത വട്ടമേശ സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ INC പ്രതിനിധീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. അപ്പോൾ ഗാന്ധി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാ? രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ മറ്റൊരാളും കൂടെ പങ്കെടുത്തിട്ടുണ്ട്. ആരാണെന്നറിയാമോ? സരോജിനി നായിഡു പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടാം വട്ടമേശ സമ്മേളനം. ഇനി ഗാന്ധിയുടെ ഉപദേഷ്ടാവായി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പോയ വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. അപ്പോൾ അവർക്ക് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ആരൊക്കെയാണ്? ഗാന്ധിയും സരോജിനി നായിഡും. അവർ പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. അത് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനമാണ്. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് അവർ പങ്കെടുക്കുന്നത്. ഇനി ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ കാര്യം നമ്മൾ മറന്നുപോയി. അത് നടക്കുമ്പോൾ അന്നത്തെ വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭു ആയിരുന്നു. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി. 2, 3 വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വെല്ലിംഗ്ടൺ പ്രഭുവാണ് വൈസ്രോയി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം 1932 മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നു. 1932 മൂന്നാം വട്ടമേശ സമ്മേളനത്തിന് 46 പ്രതിനിധികൾ പോയി. ഈ 3 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരുണ്ട്. ആരൊക്കെയാണ്? ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹാദൂർ സുപ്രു എന്ന് പറയുന്ന 2 പേരാണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത്. ഇനി 1931 പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമുണ്ട്, ഗാന്ധി ഇർവിൻ സന്ധി. ഈ ഗാന്ധി ഇർവിൻ പാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് സംഭവിച്ചതെന്ന് അറിയാമോ? ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിന് പോകാനുള്ള ഒരു കാരണം ഗാന്ധി ഇർവിൻ പാക്റ്റാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായൊരു ഉടമ്പടി കൂടിയാണ് ഗാന്ധി ഇർവിൻ പാക്റ്റ്. 1932 നടന്ന മറ്റൊരു സംഭവമാണ് കമ്മ്യൂണൽ അവാർഡ്. എന്താണ് കമ്മ്യൂണൽ അവാർഡ്? ഇന്ത്യയിലെ പിന്നോക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ഒരു ഭരണപരിഷ്കാരമായിരുന്നു കമ്മ്യൂണൽ അവാർഡ്. പക്ഷേ ഇതിനെ ആരെതിർത്തു? ഗാന്ധിജി ഇതിനെ എതിർത്തുകൊണ്ട് യാർവാദ ജയിലിൽ ഗാന്ധിജി നിരാഹാരം കിടന്നു. ഗാന്ധിജി കമ്മ്യൂണൽ അവാർഡിനെ എതിർത്തുകൊണ്ട് നിരാഹാരം കിടന്നത് ഏത് ജയിലിലാണെന്ന് ചോദിച്ചാൽ യാർവാദ ജയിലാണ്. യാർവാദ ജയിൽ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പൂനെയിലാണ് യാർവാദ ജയിൽ എന്ന് പറയുന്ന സംഭവം. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. റാംസെ മക്ഡൊണാൾഡ് ആണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചതിനെ ഗാന്ധി എതിർത്തു, യാർവാദ ജയിലിൽ നിരാഹാരം കിടന്നു. പക്ഷേ ഇതിന് ശേഷം ഗാന്ധിയും അംബേദ്കറും കൂടി എന്ത് ചെയ്തു? ഒരു ഉടമ്പടി ഒപ്പിട്ടു. ഗാന്ധിയും അംബേദ്കറും കൂടി. ആ ഉടമ്പടിയാണ് പൂന ഉടമ്പടി 1932. എന്തിൻ്റെ പ്രശ്നത്തിലാണ്? കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിയുടെ നിരാഹാരം അവസാനിപ്പിച്ചത് ഈ പൂന ഉടമ്പടിയിലൂടെയാണ് 1932. ഇതിനുശേഷം നടക്കുന്ന സംഭവമാണ് ഓഗസ്റ്റ് ഓഫർ. 1940 നടന്ന സംഭവമാണ് ഓഗസ്റ്റ് ഓഫർ. എന്തായിരുന്നു ഓഗസ്റ്റ് ഓഫർ? രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ത്യക്കാർ ബ്രിട്ടീഷ് സേനയെ സഹായിക്കണം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ അനുകൂലിക്കണം. ഇതിനു വേണ്ടി പുറപ്പെടുവിപ്പിച്ച ഒരു ഓഫറാണ് ഓഗസ്റ്റ് ഓഫർ. ഓഗസ്റ്റ് ഓഫറിൽ മറ്റൊരു ക്വസ്റ്റ്യനും ഇല്ല, ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓഗസ്റ്റ് ഓഫർ വാഗ്ദാനം നൽകിയത് ആര്? ലില്ലിത്കോ പ്രഭുവാണ്. ലില്ലിത്കോ പ്രഭുവാണ് ഓഗസ്റ്റ് ഓഫറിന് വാഗ്ദാനം നൽകിയത്. മറ്റൊന്നും ഇതിൽ പഠിക്കാനില്ല. അത് കഴിഞ്ഞ് 1942 ക്രിപ്സ് മിഷൻ വന്നു. 1942 ആര് വന്നു? ക്രിപ്സ് മിഷൻ വന്നു. ക്രിപ്സ് മിഷനിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ചെയർമാൻ പേരിനകത്ത് പറയുന്നത് പോലെ തന്നെ സ്റ്റഫോർഡ് ക്രിപ്സ് ആണ്. 1942 വന്ന ക്രിപ്സ് മിഷൻ്റെ
തലവൻ. ക്രിപ്സ് മിഷനെ കുറിച്ച് ഗാന്ധി പറഞ്ഞൊരു കോട്ടുണ്ട്, തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധി എന്തിനെ വിശേഷിപ്പിച്ച ക്രിപ്സ് മിഷൻ. 1942 ക്രിപ്സ് മിഷൻ നമ്മളെ ഇന്ത്യയിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ക്വിറ്റ് ഇന്ത്യ സമരം 1942. 1942 ക്വിറ്റ് ഇന്ത്യ സമരം വരുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 9 എന്താണ് ക്വിറ്റ് ഇന്ത്യ ദിനമായി നമ്മൾ ആചരിക്കുന്നത്? ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസുഫ് മെഹ്റലി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓഗസ്റ്റ് 9 നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്. ആ വാക്കിന് രൂപം നൽകിയത് യൂസുഫ് മെഹ്റലിയാണ്. ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അനുമതി നൽകിയത് ബോംബെ സമ്മേളനത്തിൽ വെച്ചാണ്. കോൺഗ്രസിൻ്റെ ബോംബെ സമ്മേളനത്തിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അനുമതി നൽകുന്നത്. ഈ ക്വിറ്റ് ഇന്ത്യയെക്കുറിച്ച് എന്നുള്ള ആശയം പുറത്തോട്ട് ജനങ്ങൾ അറിയുന്നത് ഹരിജൻ എന്ന് പറയുന്ന ഗാന്ധിയുടെ ഒരു പത്രത്തിലൂടെയാണ്. ഹരിജൻ, അത് ഗാന്ധിയുടെ പത്രമാണ് ഹരിജൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രമേയം പാസ്സാക്കുന്നത് ഒരു മൈതാനത്ത് വെച്ചാണ്. ഫേമസ് ആയിട്ടുള്ള മൈതാനമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആഗസ്റ്റ് ക്രാന്തി മൈതാനം. ആഗസ്റ്റ് ക്രാന്തി മൈതാനത്ത് വെച്ചാണ് എന്ത് സംഭവിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. ആഗസ്റ്റ് ക്രാന്തി മൈതാനത്തിന് മറ്റൊരു പേരുണ്ട്, ഗോവാലിയ ടാങ്ക് മൈതാനം. ഗോവാലിയ ടാങ്ക് മൈതാനം എന്നാണ് പറയുന്നത്. ഇനി ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിനൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായികയുടെ പേരാണ് അരുണ അസഫ് അലി. അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അരുണ അസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കുറേ സംഭവങ്ങൾ അരങ്ങേറി. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് വെച്ചാൽ ഡോക്ടർ കെ.ബി. മേനോൻ. കെ.ബി. മേനോനാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയത്. കീഴരിയൂർ ബോംബ് കേസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഇതിനെ നേതൃത്വം നൽകിയതും കെ.ബി. മേനോനാണ്. കെ.ബി. മേനോനാണ് കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത്. കീഴരിയൂർ ബോംബ് കേസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം വരുന്ന സംഭവമാണ് 1946 ക്യാബിനറ്റ് മിഷൻ. 1946 ക്യാബിനറ്റ് മിഷൻ വരുമ്പോൾ അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതിലെ അംഗങ്ങൾ പെത്വിക് ലോറൻസ്, സ്റ്റെഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. ഓർത്ത് വെക്കുക, ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ് പെത്വിക് ലോറൻസ്, സ്റ്റെഫോർഡ് ക്രിപ്സും എ.വി. അലക്സാണ്ടർ. ഇനി 1946 ക്യാബിനറ്റ് മിഷനെ നിയമിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണെന്ന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് ക്ലമൻറ്റ് ആറ്റ്ലിയാണ്. ക്ലമൻറ്റ് ആറ്റ്ലി 1946 ക്യാബിനറ്റ് മിഷനിൽ 1946 ക്യാബിനറ്റ് മിഷനിൽ ആരാണ്? ക്ലമൻറ്റ് ആറ്റ്ലിയാണ്. എന്തായിരുന്നു ക്യാബിനറ്റ് മിഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഇടക്കാല ഗവൺമെൻറ്റാണ്. ആ ഇടക്കാല ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു ആണ് ഇടക്കാല ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയത്. ഇനി ആറ്റ്ലിയുടെ ഒരു പ്രഖ്യാപനമുണ്ട്. ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തിന് ധീരമായ കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചതും ഈ നെഹ്റു തന്നെയായിരുന്നു. ധീരമായ കാൽവെപ്പ് എന്ന ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഹ്റു ആണ്. 1946 മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി, ഇന്ത്യൻ നാവിക കലാപം. ഇന്ത്യൻ നാവിക കലാപം ഉണ്ടാകുന്നത് 1946 ബോംബെയിൽ വെച്ചിട്ടാണ്. ഈ സംഭവം നടക്കുമ്പോൾ അന്ന് ഇന്ത്യയുടെ വൈസ്രോയി വേവൽ പ്രഭുവാണ്. ബോംബെയിൽ വെച്ചിട്ട് വേവൽ പ്രഭു വൈസ്രോയി ആയിരിക്കുന്ന സമയത്താണ് ഇന്ത്യൻ നാവിക കലാപം 1946 അരങ്ങേറുന്നത്. അതിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HMS തൽവാർ. HMS തൽവാറാണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റാണ്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഈ ജൂലൈ 4, 1947 ജൂലൈ 4 പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിക്കുന്നത്. പാർലമെൻറ്റ് ഇത് പാസ്സാക്കുന്നത് ജൂലൈ 5. ജൂലൈ 18 ബ്രിട്ടീഷ് രാജാവിന് അംഗീകാരം നൽകുകയും 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വരികയും ചെയ്തു. അതോടെ ഇന്ത്യ സ്വതന്ത്രമായി. ഇതാണ് 20-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബംഗാൾ വിഭജനം തൊട്ടിട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെ.